അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ 9 ആയിരുന്നു. ഡേ 9 വേറെ പുതിയ സംഭവങ്ങളൊന്നും നമുക്ക് പിടിക്കുന്നില്ല. ശനിയാഴ്ച ഒരു 25 മാർക്സ് നമുക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട് ടോപ്പിക്സ് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം എന്താ സ്പീക്കിംഗ്, ഞാൻ പറഞ്ഞില്ലേ സ്പീക്കിംഗ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കിംഗ് എന്താണെന്ന് വെച്ചാൽ മാം ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാണ്. മീൻസ് ഇപ്പോൾ സെൻറ്റൻസ് മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഈ ജർമ്മനിൽ പറയും. അല്ലാണ്ട് ഞാൻ തന്നെ സെൻറ്റൻസ് ഉണ്ടാക്കും വേണം, ഞാൻ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും വേണം, ഞാൻ തന്നെ പറയും വേണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കഷ്ടപ്പാടല്ലേ. പക്ഷേ മാം ഇങ്ങനെ പറയാണ്, അങ്ങനത്തെ ഒരു സെൻറ്റൻസ് പറഞ്ഞൂടെ. ഇപ്പോൾ എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ടയേർഡാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ടയേർഡാണ് അങ്ങനെ പറയൂ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ പറയാം എന്നുള്ളൊരു കണക്ഷൻ വെച്ച് പറയും. അങ്ങനെ തന്നാൽ പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാവുമായിരിക്കും. സ്പീക്കിംഗാണ് ഈ 8-ൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താ ഇതുവരെ പഠിച്ച ഗ്രാമേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പീക്കിംഗ്. അപ്പം പഠിക്കുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. നല്ല മടിയാണ്. ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് മടിയാണ്. എനിക്ക് ക്ലാസ് ഇല്ല. എൻ്റെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിത്തെ ലീവാണ്. ഞാൻ പറഞ്ഞില്ലേ ജനുവരി 8-നാണ് ഇവിടെ ക്രിസ്മസ്. അപ്പം ഞങ്ങൾക്ക് ഈ മൺഡേ മുതൽ ജനുവരി 8 വരെ ലീവാണ്. അപ്പോൾ ജനുവരി 8-നല്ല ക്രിസ്മസ്, 6 7 എന്തോ ആണ് ക്രിസ്മസ്. അപ്പോൾ 8 വരെ ലീവുണ്ട്. അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റി ഹോളിഡേയ്സാണ്. പക്ഷേ ഇന്നൊരു ക്ലാസ് ഉണ്ട്. അത് ഡോക്ടർമാർക്ക് ഫ്രീ ഉള്ള സമയത്തല്ലേ പ്രാക്ടിക്കൽ വയ്ക്കുക. അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന്. അത് 3 മണിക്കൂർ ക്ലാസ്സാണ് പ്രാക്ടിക്കൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നും കൂടി കഴിഞ്ഞാൽ പിന്നെ വെക്കേഷനായി. അപ്പോൾ പഠിക്കാൻ സമയം ഞാൻ കണ്ടെത്തണം. ജർമ്മൻ മാത്രമല്ല എൻ്റെ യൂണിവേഴ്സിറ്റിത്തെ കാര്യങ്ങളും പഠിക്കണം. കാരണം ഇപ്പോൾ ജനുവരി അവസാനമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റഡി ലീവ് വരും. പിന്നെ സെം എക്സാം സ്റ്റാർട്ടാവും ഫെബ്രുവരിയിൽ. സെം എക്സാം നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിൽ സീനാകും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറേ വേറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തോ ഒറ്റ കാര്യങ്ങൾ എനിക്ക് ഇല്ലാത്തൊരു ഫീലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളിൽ പോയിട്ട് തലയിട്ടു. അപ്പോൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. പക്ഷെ സമയമില്ല, അതാണ് ഉണ്ടായത്. പക്ഷെ എനിക്കിഷ്ടമാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ശരി അപ്പോൾ